27 സങ്കീർത്തനം 13 വാക്യം ഇങ്ങനെയാണ്: ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. വളരെയേറെ ചിന്തിക്കേണ്ടുന്നതായ ഒരു വാക്യമാണിത്. 27 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിലെ ധൈര്യത്തെ സംബന്ധിച്ചാണ്. സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും എന്നീ വാക്യത്തോടു കൂടെയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഭയത്തെ സംബന്ധിച്ചും ജീവിതത്തിൽ ലഭിക്കേണ്ടുന്നതായ ധൈര്യത്തെ സംബന്ധിച്ചുമാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് ഈ വാക്യങ്ങളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പലപ്പോഴും നാം ധൈര്യഹീനരായി തീരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ബലമെല്ലാം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ മാനസികമായ ബലവും ധൈര്യവും ഒക്കെ ചോർന്നു പോകുന്ന അനേക അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ദാവീദ് അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ അകപ്പെട്ടപ്പോൾ താൻ ചെയ്തതെന്താണ്? കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു താൻ ചെയ്തത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് കണ്ടെത്തുവാൻ അദ്ദേഹത്തിനിടയായിത്തീർന്നു. തൻ്റെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടു പോയി കരയുവാൻ ബലമില്ലാതാകുവോളം കരഞ്ഞതായ സന്ദർഭം അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ കരഞ്ഞ സന്ദർഭത്തിലും ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെടുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ധൈര്യം നഷ്ടപ്പെട്ടവരായി തീർന്ന സന്ദർഭത്തിൽ ചെയ്യേണ്ടുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഹോവയായ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെയാണ് നമുക്ക് ധൈര്യം ലഭിക്കുന്നത്. അവിടെ മാത്രമാണ് നമുക്ക് ധൈര്യം ലഭിക്കുന്നത്. ജീവിതത്തിൽ ധൈര്യത്തോടെ കഴിയുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. എന്നാൽ പലപ്പോഴും നാം ധൈര്യഹീനരായിത്തീരുന്നു, ബലമില്ലാത്തവരായിത്തീരുന്നു. പലവിധ കാരണങ്ങളാൽ നമ്മുടെ ധൈര്യം നഷ്ടപ്പെടുന്നു. ദാവീദ് രാജാവ് ഒരിക്കൽ പറയുകയുണ്ടായി, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എത്ര വലിയൊരു ധൈര്യമാണ് അദ്ദേഹത്തിനുള്ളത്! താൻ ബാലനായിരുന്ന സമയത്ത് പോലും ആ ധൈര്യം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കരടിയും സിംഹവും ഒക്കെ തൻ്റെ ആട്ടിൻകൂട്ടത്തിന് നേരെ വന്ന് ആടിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ പിന്നാലെ ചെന്ന് അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അത് തൻ്റെ നേരെ വന്നപ്പോൾ അതിനെ കീറിക്കളഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ സിംഹത്തെയും കരടിയെയും അടിച്ചു കൊന്ന് അതിനെ കീറിക്കളയുവാൻ തക്കവണ്ണമുള്ള ധൈര്യം ദാവീദിനുണ്ടായിരുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ധൈര്യത്തോടെ ജീവിക്കുക, ദൈവം നൽകുന്ന ധൈര്യത്തോടെ ജീവിക്കുക. ആ ധൈര്യമാണ് ഈ ഭൂമിയിൽ നമ്മെ ബലശാലികളായി നിലനിർത്തിയിരിക്കുന്നത്. ആ ധൈര്യമാണ് എന്തിനേയും നേരിടുവാനുള്ള കരുത്ത് നമുക്ക് നൽകുന്നത്. ഒന്നിൻ്റെ മുൻപാകെ പതറിപ്പോകാതെ നിൽക്കുവാനുള്ളതായ ഒരു വലിയ ബലം നമുക്ക് നൽകുന്നത് ആ ധൈര്യമാണ്. ഇവിടെ നാം വായിച്ചതായ വാക്യത്തിൽ ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് യഹോവയുടെ നന്മ? പലപ്പോഴും നാം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതായ ഒരു കാര്യമാണ് ഈ നന്മ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ലഭിക്കുന്ന നന്മയെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതായ കാര്യം എന്താണ്? വലിയ സ്വത്തും സൗകര്യങ്ങളും ഇഷ്ടം പോലെ പണവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളതായ നന്മകൾ എന്ന് നാം വിചാരിക്കുന്നു. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നാം അറിയാതെ പറയുന്നു, ദൈവം നമ്മെ അനുഗ്രഹിച്ചു. വലിയ വലിയ സ്ഥാനമാനങ്ങളോ വലിയ വലിയ സ്വത്തോ സൗകര്യങ്ങളോ ഒക്കെ വർദ്ധിച്ചു വരുന്നതായ സമയത്ത് മറ്റുള്ളവർ നമ്മെപ്പറ്റി പറയുന്നതായ അഭിപ്രായം ഇത് തന്നെയാണ്, ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. ഇതാണ് നന്മ എന്ന് നാം വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ യഹോവയായ ദൈവം നമുക്ക് നൽകുന്നതായ നന്മ എന്ന് പറയുന്നത് എന്താണ്? യഹോവയുടെ നന്മ എന്ന് പറയുന്നത് ഈ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ആണോ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ്. വിശ്വാസ സമൂഹം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഈ കാലത്ത്
ഏറ്റവും അധികം വിശ്വാസികൾ ആഗ്രഹിക്കുന്നതായ കാര്യം വലിയ സ്വത്തും സമ്പത്തും ധനവും മാനവും ഒക്കെയാണ് ദൈവം നൽകുന്നതായ നന്മ എന്നും അനുഗ്രഹമെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു വലിയ സമൂഹത്തെയാണ് നാം വിശ്വാസകോളത്തിൽ കാണുന്നത്. ഏറ്റവും അധികം സമ്പത്ത് വർദ്ധിപ്പിക്കുക, ഏത് നിലയിലും സമ്പത്ത് വർദ്ധിപ്പിക്കുക. ധാരാളം പേര് ലോകത്തിൻ്റെതായ രീതികളിലൂടെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമകളായി തീർന്നിട്ട് പറയുന്നു, ഇതെല്ലാം ദൈവം തന്ന അനുഗ്രഹങ്ങളും നന്മകളുമാണ്. അങ്ങനെ കുൽസിത പ്രവൃത്തികളിലൂടെ വലിയ സമ്പത്തും വലിയ വലിയ നിക്ഷേപങ്ങളും ഉണ്ടാക്കി വെച്ചതിന് ശേഷമായി വലിയ വിശ്വാസിയാണെന്ന് ലോകത്തിൻ്റെ മുൻപാകെ ചമയുന്ന ധാരാളം ആളുകളെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഹോവയായ ദൈവം നൽകുന്ന നന്മ എന്ന് പറയുന്നത് എന്താണ്? യഹോവയുടെ നന്മ എന്ന് പറയുന്നത് ഇത് വല്ലതുമാണോ? ഒരിക്കലുമല്ല എന്ന് കാണുവാൻ സാധിക്കും. ദാവീദ് രാജാവ് പറയുന്നത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം എന്നാണ്. യഹോവയുടെ നന്മ ഞാൻ കാണുമെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ യഹോവയുടെ നന്മ എന്താണെന്നുള്ളത് അടുത്ത വാക്യത്തിൽ താൻ പറയുന്നുണ്ട്. 14-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ യഹോവയായ ദൈവം നൽകുന്നതായ ധൈര്യമാണ് ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ എന്ന് ദാവീദ് രാജാവ് വിവക്ഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. യഹോവയുടെ നന്മ എന്ന് വിശേഷിപ്പിക്കുന്നതായ ഈ ധൈര്യം നമ്മെ നേരെ നിർത്തുന്നതാണ്. എവിടെയൊക്കെയാണ് നേരെ നിർത്തുന്നത്? അത്യുന്നതനായ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ നേരെ നിർത്തുന്നതായ ധൈര്യമാണ്. അത് സാധിക്കുമോ പ്രിയമുള്ളവരെ? ലോകത്തിൻ്റെതായ മാർഗങ്ങളിലൂടെ ഇഷ്ടം പോലെ ധനം സമ്പാദിച്ച് വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ സമ്പാദിച്ച് ഒരുപക്ഷെ മനുഷ്യൻ്റെ മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ ആർക്കാണ് സാധിക്കുക? ദൈവവചനം പറയുന്നത്, യഹോവയായ ദൈവത്തിൻ്റെ മുൻപാകെ ധൈര്യത്തോടെ നാം നിൽക്കണമെങ്കിൽ അത് യഹോവയുടെ നന്മ നമുക്ക് ലഭിക്കണം. യഹോവ നൽകുന്നതായ ധൈര്യം നമുക്ക് ലഭിക്കണം. അങ്ങനെ ദൈവം മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ലോകത്തിൻ്റെ മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് നാം വിശ്വസിക്കുവാനിടയായിത്തീരണം. എനിക്ക് ധൈര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കും. ദൈവം മുൻപാകെ ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നു. ലോകത്തിൻ്റെ മുൻപാകെ ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നു. സമ്പത്തോ ധനമാനങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല എന്നെ ധൈര്യത്തോടെ നിർത്തുന്നത്. യഹോവയായ ദൈവം എന്നെ ജീവിതത്തിൽ ധൈര്യത്തോടെ നിർത്തുന്നു എന്നുള്ളതാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന യഹോവയുടെ നന്മ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ധൈര്യത്തോടെ ദൈവം മുൻപാകെ നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് രാവിലെ നാം കർത്താവിൻ്റെ മുൻപാകെ അടുത്തു വന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ കാണുന്നവനായ കർത്താവിൻ്റെ മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മയാകുന്ന ഈ ധൈര്യം ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചറിയുവാനും ദൈവം മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാനും ലോകത്തിൻ്റെ മുൻപാകെ യഹോവയായ ദൈവം നൽകുന്നതായ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ ഞാൻ കാണുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം മുൻപാകെ ധൈര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നതായ ലോകത്തിൽ, അനേക കാര്യങ്ങളുടെ മുൻപാകെ ധൈര്യഹീനരായിത്തീരുന്ന ഈ ലോകത്തിൽ ധൈര്യത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ രക്ഷയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് യഹോവയായ ദൈവം നമുക്ക് നൽകുന്നതായ ധൈര്യമാണ്. ആ രക്ഷയുടെ സംഭാവനയായ ധൈര്യം ഇന്നു പകലിലും അനുഭവിച്ചുകൊണ്ട് യഹോവയായ ദൈവം നൽകിയിട്ടുള്ളതായ നന്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ എന്തിനേയും നേരിടുവാനുള്ള ധൈര്യത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകലിൽ ആ ധൈര്യം അനുഭവിച്ചറിയുവാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ,
അത്യുന്നതനായ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. സകല ചരാചരങ്ങളെ ഉളവാക്കിയ ദൈവമേ, സർവശക്തനായ സർവവ്യാപിയായ കർത്താവേ, തിരുമുൻപാകെ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ അനുവാദത്തിനായി, അവകാശത്തിനായി, പദവികൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പലതിലും ഞങ്ങളുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പലപ്പോഴും അവിടുത്തെ മുൻപാകെ നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ കർത്താവേ, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതായ ധൈര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവിടുത്തെ മുൻപാകെ ധൈര്യത്തോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും കർത്താവെ, ഞങ്ങൾ ധൈര്യഹീനരായിത്തീർന്നു. അവിടുത്തെ മുൻപാകെ നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ലോകത്തിൻ്റെ മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ ഞങ്ങൾക്കിടയാകുന്നില്ല. എന്നാൽ കർത്താവെ, എന്തിനേയും നേരിടുവാനുള്ള ഒരു വലിയ ധൈര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. അത് യഹോവയായ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന യഹോവയുടെ നന്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ പകലിൽ ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ കാരണങ്ങളാൽ ധൈര്യം നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നെങ്കിൽ കർത്താവെ, ഇന്ന് രാവിലെ അവരെ അവിടുത്തെ ധൈര്യത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധിയെയും നേരിടുവാനുള്ള അചഞ്ചലമായ ഉറപ്പും ധൈര്യവും അവരുടെ ജീവിതത്തിൽ നൽകി കർത്താവ് അവരെ സഹായിക്കുന്നു എന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടുകൂടെ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ അവരെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ, അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.